ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 16-17 തിരുവചനങ്ങൾ. അപ്പോൾ അവൻ ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി അവ ആശീർവദിച്ച് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാനായി ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി ബാക്കി വന്ന കഷ്ണങ്ങൾ 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി. അനേകായിരം ആളുകൾ ഒരേ സമയം ഒരത്ഭുതത്തിന് സാക്ഷിയാകുന്ന ഒരു സമയം. വിജനതയിൽ തങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ബാലൻ്റെ കൈവശം അവന് വിശക്കുമ്പോൾ കഴിക്കുവാൻ അവൻ്റെ അമ്മ അവനെ സ്നേഹത്തോടെ പൊതിഞ്ഞു കൊടുത്തയച്ച 5 അപ്പവും 2 മീനും ആ കുഞ്ഞു ബാലൻ സന്തോഷപൂർവ്വം താൻ ആരെ കാണുവാൻ വന്നുവോ, താൻ ആരെ കേൾക്കുവാൻ വന്നുവോ, ആ തൻ്റെ ആരാധ്യ പുരുഷനായ യേശുവിൻ്റെ ആവശ്യപ്രകാരം തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്ന സമയം. ആ ബാലൻ്റെ കണ്ണുകളെ അവന് തന്നെ വിശ്വസിക്കുവാൻ സാധിക്കാതെ വരുന്ന സമയം. തൻ്റെ കയ്യിലുണ്ടായിരുന്ന 5 അപ്പവും 2 മീനും അതാ യേശുവിൻ്റെ കൈകളിലെടുത്ത് യേശു സ്വർഗത്തിലേക്ക് നോക്കുന്നു. അതെ, തൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ള സ്വർഗത്തിലെ അപ്പച്ചനെയാണ് യേശു നോക്കുന്നത് എന്ന് താൻ മനസ്സിലാക്കുന്ന സമയം. എന്തായിരിക്കും സ്വർഗത്തിലെ അപ്പച്ചനോട് യേശു ആവശ്യപ്പെട്ടിട്ടുണ്ടാവുക എന്ന് താൻ ചിന്തിക്കുമ്പോഴേക്കും അതാ തൻ്റെ മുൻപിൽ വെച്ച് തൻ്റെ ആരാധ്യ പുരുഷൻ യേശു താൻ ഉയർത്തിയ കണ്ണുകൾ ആ അപ്പത്തിലേക്ക് നോക്കി ആ അപ്പങ്ങളെ ആശീർവദിക്കുന്നു. അപ്പോൾ അതാ ആ അപ്പങ്ങൾ ഇരട്ടിക്കുവാൻ തുടങ്ങുന്നു. 1 2 ആകുന്നു, 2 4 ആകുന്നു. അതാ യേശു അവൻ്റെ കയ്യിലിരുന്ന് ഇരട്ടിക്കുന്ന അപ്പവും മീനും തൻ്റെ പ്രിയ ശിഷ്യർക്ക് കൊടുക്കുന്നു. ആ യേശുവിൻ്റെ പ്രിയ ശിഷ്യരുടെ കണ്ണിൽ തൻ്റെ കണ്ണിലുള്ള അതേ തെളിച്ചം, അത്ഭുതം കാണുന്ന തെളിച്ചം തനിക്കും കാണാം. അവരതാ ആ പന്തിയിൽ വരിവരിയായി ഇരിക്കുന്നവർക്ക് ആ ഇരട്ടിക്കുന്ന അപ്പവും മീനും പാസ് ചെയ്ത് കൊടുക്കുന്നു. യേശുവിൻ്റെ കൂടെയുള്ള എല്ലാ ശിഷ്യന്മാരും നല്ല തിരക്കിലാണ്. യേശുവിൻ്റെ സന്നിധിയിൽ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്ന അപ്പവും മീനും എല്ലാ പന്തികളിലേക്കും എത്തിക്കുന്ന തിരക്കിലാണ് ആ 12 ശിഷ്യന്മാരും. ഇന്ന് വീട്ടിൽ ചെന്നാൽ തനിക്ക് തൻ്റെ അമ്മയോട് പറയുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിൽ കണക്ക് കൂട്ടുന്ന ബാലൻ തൻ്റെ കയ്യിലുണ്ടായിരുന്നത് അമ്മ തൻ്റെ കയ്യിൽ കൊടുത്തയച്ച 5 അപ്പവും 2 മീനും മാത്രം ആയിരുന്നു എങ്കിൽ ഞാനത് ദൈവത്തിന് യേശുവിന് സമർപ്പിച്ചപ്പോൾ യേശു അത് പല മടങ്ങായി വർദ്ധിപ്പിച്ചു എന്ന വലിയ സന്തോഷ വാർത്ത തൻ്റെ അമ്മയോട് പറയുവാനായി അമ്മയുടെ അടുത്തേക്ക് ഓടുന്ന ബാലൻ. അന്ന് ആ ബാലൻ്റെ കാതുകളിൽ മുഴങ്ങിയ യേശുവിൻ്റെ ചോദ്യം ഇന്ന് നമ്മുടെ കാതുകളിൽ നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നുണ്ടോ? എന്താണ് ആ യേശുവിൻ്റെ ചോദ്യം? നിങ്ങളുടെ പക്കൽ എന്തുണ്ട് എന്ന ചോദ്യം. എളുപ്പമുള്ള ഉത്തരം ഒന്നുമില്ല കർത്താവേ എന്ന് പറയാനായിരിക്കും, അല്ലേ? തന്നത് ഒന്നിനും തികയുന്നില്ല. തന്നിലും മുന്നിലുള്ളവരെ വെച്ച് നോക്കുമ്പോൾ തനിക്കുള്ളത് ഒരല്പം കുറവാണ്. ഒരല്പമല്ല, വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ കാര്യമായി ഒന്നുമില്ല എടുക്കാനെന്ന് നാം എത്രയോ തവണ പറഞ്ഞിരിക്കുന്നു. ചോദിക്കുന്നത് കർത്താവാണ് എന്നറിയാതെ, അല്ലേ? സാരമില്ല, ഇനിയും നമുക്ക് സമയമുണ്ട്. നമുക്കുള്ള അല്പത്തിൽ നിന്നും കർത്താവുമായി പങ്കിടുവാൻ നമ്മുടെ സമയം, നമ്മുടെ അറിവ്, നമ്മുടെ കഴിവുകൾ, നമ്മുടെ ശക്തി, നമ്മുടെ നല്ല മനസ്സ്, നമ്മുടെ കയ്യിൽ വന്നു ചേരുന്ന അല്പത്തിൻ്റെ 10ൽ 1 ദശാംശമായി അവന് കൊടുക്കുവാൻ, ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ദൈവത്തിന് കൊടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.